ഹായ് മക്കളെ, നമുക്കിന്ന് ഓണം എക്സാമിന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കായി മാത്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആക്ടിവിറ്റി നമ്പർ 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് കളർ. നമുക്ക് വരയ്ക്കാം, നിറം നൽകാം. മക്കളെ, ഇവിടെ ഷേപ്സുകൾ ഉപയോഗിച്ചുള്ള അത്തപ്പൂക്കളമാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇത് കംപ്ലീറ്റ് അല്ല. ആദ്യം നമുക്ക് കുത്തുകളിലൂടെ ട്രയാങ്കിളിനെയും റെക്റ്റാങ്കിളിനെയും സർക്കിളിനെയും വരച്ച് യോജിപ്പിക്കണം. തുടർന്ന് പൂരിപ്പിക്കാനുള്ള ഭാഗത്ത് 2 റെക്റ്റാങ്കിൾസാണ് വരച്ച് നൽകേണ്ടത്, ഇതുപോലെ. തുടർന്ന് മുകളിൽ തന്നിട്ടുള്ള നിർദ്ദേശമനുസരിച്ച് റെക്റ്റാങ്കിൾസിന് എല്ലാം റെഡ് കളർ നൽകണം, ട്രയാങ്കിൾസിനെല്ലാം യെല്ലോ കളർ നൽകണം, സർക്കിൾസിന് എല്ലാം ബ്ലൂ കളർ നൽകണം, ഇതുപോലെ. ആക്ടിവിറ്റി 2, ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. എണ്ണി എഴുതാം. മക്കളെ, കുട്ടികൾക്ക് അത്തപ്പൂക്കളമിടണം. അതിനായിട്ട് കുട്ടികൾ പൂക്കൾ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. 3 പ്ലേറ്റുകളിലായിട്ട് 3 ടൈപ്പ് പൂക്കളുണ്ട്. ഒന്നാമത്തെ പ്ലേറ്റിൽ റോസാണ്, റോസാപ്പൂ. രണ്ടാമത്തെ പ്ലേറ്റിൽ ഷൂ ഫ്ലവർ, ചെമ്പരത്തിപ്പൂവാണ്. മൂന്നാമത്തെ പ്ലേറ്റിൽ ജാസ്മിൻ, മുല്ലപ്പൂവാണ്. ആദ്യം ഓരോ പൂക്കളും എണ്ണി എഴുതുകയാണ് വേണ്ടത്. റോസ് എത്രയുണ്ടെന്ന് എണ്ണൂ. റോസ് പൂക്കളുടെ എണ്ണം 3, ഷൂ ഫ്ലവറിൻ്റെ എണ്ണം 4, ജാസ്മിൻ്റെ എണ്ണം 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വൺ ഈസ് മോർ? ഏതാണ് കൂടുതൽ? ഇതിലേതാ കൂടുതൽ? ജാസ്മിൻ. ഹൗ മെനി? എത്ര എണ്ണം? 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വൺ ഈസ് ലെസ്? ഏതാണ് കുറവ്? ഏതാണ് ഇവിടെ കുറവ്? റോസ് ആണ്, അല്ലേ? അപ്പോൾ റോസ് എന്ന് എഴുതുക. ഹൗ മെനി? എത്ര എണ്ണം? 3. ആക്ടിവിറ്റി നമ്പർ 3, ലെറ്റ്സ് ഗീവ് കളർ ആൻഡ് റൈറ്റ്. നിറം നൽകി എഴുതാം. നോക്കൂ മക്കളെ, ആദ്യത്തെ മാലയിൽ 5 ഷൂ ഫ്ലവർ തന്നിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 ഷൂ ഫ്ലവറിന് റെഡ് കളറും 3 ഷൂ ഫ്ലവറിന് യെല്ലോ കളറുമാണ് നൽകേണ്ടത്. രണ്ടാമത്തെ ഷൂ ഫ്ലവർ കൊണ്ടുള്ള പൂമാലയിൽ 5 ഷൂ ഫ്ലവേഴ്സ് ഉണ്ട്. അതിൽ 4 ഷൂ ഫ്ലവേഴ്സിന് റെഡ് കളർ നൽകാൻ പറഞ്ഞിട്ടുണ്ട്. 1 ഷൂ ഫ്ലവറിന് യെല്ലോ കളർ നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിറം നൽകുക. മൂന്നാമത് വരുന്ന ഷൂ ഫ്ലവർ പൂമാലയിൽ 5 ഷൂ ഫ്ലവേഴ്സ് ഉണ്ട്. നമുക്ക് അതിലെ 1 ഷൂ ഫ്ലവറിന് റെഡ് കളറും 4 ഷൂ ഫ്ലവറിന് യെല്ലോ കളറും നൽകാം. തുടർന്ന് മക്കൾ താഴെ പൂരിപ്പിക്കുക. 1 റെഡ് 4 യെല്ലോ എന്ന്. 1ഉം 4ഉം കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 5. ആക്ടിവിറ്റി 4, ലെറ്റ്സ് കൗണ്ട് ആൻഡ് ഡ്രോ. എണ്ണി എഴുതാം, വരച്ച് ചേർക്കാം. ചിത്രത്തിലെ ഓരോ ചരടിലും കൊരുത്തിരിക്കുന്ന ചെമ്പരത്തിപ്പൂക്കളുടെ എണ്ണം എണ്ണി കണ്ടെത്തി താഴെയുള്ള ബോക്സിൽ എഴുതുകയും അവസാനത്തെ ബോക്സിലെ 9 എന്ന നമ്പറിന് അനുസരിച്ച് പൂക്കൾ വരയ്ക്കുകയും വേണം. ആദ്യത്തെ ചരടിൽ കൊരുത്തിരിക്കുന്ന ചെമ്പരത്തിപ്പൂക്കളുടെ എണ്ണം നോക്കാം. 6 ഷൂ ഫ്ലവേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ ചരടിൽ കൊരുത്തിരിക്കുന്ന ഷൂ ഫ്ലവേഴ്സിൻ്റെ എണ്ണം നോക്കാം. രണ്ടാമത്തെ ചരടിൽ കൊരുത്തിരിക്കുന്ന ഷൂ ഫ്ലവേഴ്സിൻ്റെ എണ്ണം 7. ഇനി നമുക്ക് മൂന്നാമത്തെ ചരടിൽ കൊരുത്തിരിക്കുന്ന ഷൂ ഫ്ലവേഴ്സിൻ്റെ എണ്ണം നോക്കാം. മൂന്നാമത്തെ ചരടിൽ കൊരുത്തിരിക്കുന്ന ഷൂ ഫ്ലവേഴ്സിൻ്റെ എണ്ണം 8. മക്കളെ, നാലാമത്തെ ഷൂ ഫ്ലവർ കൊരുത്തിരിക്കുന്ന ചരടിന് താഴെ ബോക്സിൽ 9 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചരടിൽ എത്ര പൂക്കളാണുള്ളത്? 1 2 3 4 5 ഷൂ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് 9 എണ്ണമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി 4 ഷൂ ഫ്ലവേഴ്സ് നമുക്ക് വരച്ച് നൽകണം. മക്കളെ, ഇതുപോലെയാണ്. ആക്ടിവിറ്റി നമ്പർ 5, ലെറ്റ്സ് കൗണ്ട്, ആഡ് ആൻഡ് റൈറ്റ്. എണ്ണാം, കൂട്ടി എഴുതാം. ഫ്ലവേഴ്സ് വനിത ഗോട്ട്. വനിതയ്ക്ക് കിട്ടിയ പൂക്കളാണ് ഇടത് സൈഡിൽ തന്നിട്ടുള്ളത്. ഫ്ലവേഴ്സ് കലാം ഗോട്ട്. കലാമിന് കിട്ടിയ പൂക്കളാണ് വലത് സൈഡിൽ തന്നിട്ടുള്ളത്. മക്കളെ, വനിത, കലാം എന്നിവരുടെ പക്കലുള്ള ഓരോ തരത്തിലുള്ള പൂക്കളുടെയും എണ്ണം കണ്ടെത്തി കൂട്ടി എഴുതുകയാണ് ഈ പ്രവർത്തനത്തിൽ ചെയ്യേണ്ടത്. നമുക്കാദ്യം ഷൂ ഫ്ലവറിൻ്റെ ടോട്ടൽ എണ്ണമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. വനിതയുടെ പക്കലുള്ളത് 5, കലാമിൻ്റെ പക്കലുള്ള ഷൂ ഫ്ലവറിൻ്റെ എണ്ണം 2. അപ്പോൾ ടോട്ടൽ 5 + 2 എത്രയാണ്? 7. നെക്സ്റ്റ് മേരി ഗോൾഡ്, ജമന്തി. വനിതയുടെ പക്കലുള്ളത് 3, കലാമിൻ്റെ പക്കലുള്ളത് 4. ടോട്ടൽ ജമന്തി പൂക്കളുടെ എണ്ണം 3 + 4 = 7. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് 6 ഇതളുകളുള്ള പൂവ് വനിതയുടെ പക്കലുള്ളത് എത്രയാണ്?
1. താഴെ എഴുതുക. കലാമിൻ്റെ പക്കലുള്ള 6 ഇതൾ പൂക്കളുടെ എണ്ണം 5. 1 and 5 make 6. മക്കളെ, ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആക്ടിവിറ്റികൾ അവസാനിച്ചു. 1ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും ഓണപരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വീഡിയോസ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായി കാണാം. നന്ദി.